Okay. ടീച്ചറിന് വീഡിയോ ഓഫ് ആക്കുന്നുണ്ടേ ബുക്ക് താഴെ. Okay. So take write shrub. Put a tick mark for shrub. Second question. Which of these plants has a taproot? Maize, grass, wheat, pea. Which one is having taproot? Pea. Okay, pea is the answer. P-E-A-P. Next, third one. Which of these plants store food in their roots? Pea, onion, carrot, potato. Not onion. Third question. Which പൊട്ടറ്റോ. Not potato. Carrot. Carrot is the answer. Fourth one. The tendrils in a pea plant is a modified stem, leaf, root, flower. Stem. Sorry. Stem അല്ല. Pea plant അല്ലേ? Pea plantന്റെ leaf ആണ്. ഇന്നലെ പഠിച്ചത് നമ്മള്. Stem അല്ല, sorry. Pea plantന്റെ leaf ആണ് ഇന്നലെ നമ്മൾ പഠിച്ച leafന്റെ ഇതിലാണ് പഠിച്ചത്. Okay. Sorry. B is the answer. Leaf. Next, the fifth one. The spines of a cactus plants are modified stems, leaves, roots, flowers. ലീവ്സ് അല്ലേ? Leaves. Fifth one is leaves. B is the answer. Mr. Social. Sorry, my dear. Jishamis is on leave today. So. പരീക്ഷ പറഞ്ഞായിരുന്നു മിസ്സേ. അതെയോ? ശരി. ഞാൻ വോയിസ് വിട്ടായിരുന്നു, ശ്രദ്ധിച്ചില്ലായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചില്ല. Okay, take science textbook. Jiva, take science textbook. Vasudeva, Shanifa, Sri Vishnu, Halima and all. Late ആയി വന്നവരോട് പറയാണ്. ഷാനിഫെ, മേഴ്സി മിസ് ആണ് സയൻസ് എടുക്കുന്നത്. കേട്ടായിരുന്നോ? ഓക്കെ. ചിലവര് അതിപ്പോ ലേറ്റ് ആയിട്ട് വിട്ടതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശരി. മിസ് അപ്പൊ 1 മണിക്കത്തെ ജികെയോ? ഇന്ന് ജികെ ഉണ്ടോ? ജിഷ മിസ്സിന്റെ പേരിലുള്ള സബ്ജക്റ്റ് എല്ലാം ഞാൻ എടുക്കുന്നത്. എന്നാ 1 മണിക്ക് ജിഷ മിസ്സിന്റെയാ. I'll take science. കേട്ടോ? ഇനി പറയല്ലേ? Did you hear? ഇനി ഞാൻ പിന്നെ വോയിസ് വിടത്തില്ല. ജിഷംസിന്റെ പീരീഡിലുള്ള അടുത്ത പീരീഡ് നിങ്ങൾക്ക് സയൻസ് തന്നെയായിരിക്കും. ഓക്കെ. സോ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇപ്പൊ ലേറ്റ് ആയി വന്നവർക്ക് ഒന്നും കൂടെ നമുക്ക് തുടങ്ങാം. ഫ്രം ഫസ്റ്റ് medium sized plant is a shrub. B is the answer. Put a tick mark for that. And second one is taproot ulla plant. Which of these plants has a taproot? Maize, grass, wheat. P is the answer. P. Next, third one. Which of these plants store food in their roots? Carrot is the answer. Carrot. And fourth one, Nijat, today instead of social studies, I am taking science. Okay, please take your science textbook. Okay, fourth one is. Okay. The tendril in a pea plant is modified. Leaf. B is the answer. Shanif, please put a tick mark for leaf. Fourth one. Next, fifth one. The spines of a cactus plants are modified. Stems, leaves, roots, flowers. Answer is leaves. Leaves. Fifth one. Leaves. Next, sixth question. In which plant does photosynthesis take place in the stem rather than in the leaves? Photosynthesis ഇതിനകത്ത് ഏതിനകത്താണ് നടക്കുന്നത്? ലീവ്സിന് പകരം സ്റ്റെമ്മിൽ നടക്കുന്നത് എവിടെയാണ്? ബോഗൺവില്ല, പൊട്ടറ്റോ, ഓണിയൻ, കാക്ടസ്. ആണോ? ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മറ്റേ എന്താ കടലാസ് പൂ എന്നൊക്കെ പറയുന്ന ബോഗൺവില്ല അതല്ല. അതിന് ലീവ്സ് ഇല്ലേ?
അപ്പൊ ഓട്ടോമാറ്റിക്കലി ലീവ്സിലല്ലേ ഫോട്ടോസിന്തസിസ് ഉണ്ടാകുള്ളൂ. സോ ലീവ്സ് Potato. ലാസ്റ്റ് വരുന്ന ഏതാണ് ഇതിനകത്ത്? ബോഗൺവില്ല, പൊട്ടറ്റോ, ഓണിയൻ, കാക്ടസ്. കാക്ടസ് ആണോ പൊട്ടറ്റോ? പൊട്ടറ്റോയ്ക്ക് ലീവ്സ് ഉള്ളതല്ലേ മക്കളെ? കാക്ടസ്. യെസ്, കാക്ടസ്. ഇന്നലെ നമ്മൾ പഠിച്ചതാ. കാക്ടസ് ആർ മോഡിഫൈഡ് ഇൻടു ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻടു സ്പൈൻസ് എന്ന് പഠിച്ചല്ലേ? അല്ല മിസ്സേ, എനിക്കിത് കാറ്റസിന് വേറെന്താ പറയത്തില്ലേ? കള്ളിമുള്ളിച്ചെടി എന്ന് പറയും മലയാളത്തില്. അത് അങ്ങനെ. അതായത് അതിന്റെ ലീഫ് എന്ന് പറഞ്ഞാൽ മറ്റു ലീഫിൽ നിന്ന് കണ്ടിട്ടില്ലേ കള്ളിമുള്ളിച്ചെടി? ഓക്കെ, കണ്ടിട്ടുണ്ട്. അതിന്റെ സാധാരണ മരത്തിന്റെ പോലെയല്ല അതിന്റെ ലീവ്സ് അല്ലേ? ഓക്കെ, അതിൽ മുള്ളുണ്ടാകും. ആ മുള്ള് നമ്മൾ ഇന്നലെ പഠിച്ചാണ്. ഇന്നലത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ഹെവൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? Those who were absent in the evening class, did you attend the YouTube class? Jeeva and all, Jeeva, Shanifo, Arjuna, Vasudeva and all, yesterday were absent in the last class, evening class. Attend ചെയ്തായിരുന്നു യൂട്യൂബ് ക്ലാസ്. നിങ്ങൾ എന്നിട്ട് വോയിസ് വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അറ്റൻഡൻസ് ഇടാൻ പറ്റുകയുള്ളൂ. വോയിസ് ഇട്ടിട്ടില്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വോയിസ് വിട്ടില്ല എങ്കിൽ അറ്റൻഡൻസ് എടുത്തില്ല. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. If you attended the class, you should inform us. Okay. Next, 7th question. Which of these is the male part of a plant? Sepals, petals, stamens, pistil. അല്ല, സ്റ്റാമെൻസ്. ഇന്നലെ നമ്മൾ പഠിച്ചല്ലായിരുന്നോ സ്റ്റാമെൻസ്? ഇവിടെ മെയിൽ പോർഷൻ എന്ന് പറയുന്നത് മെയിൽ പാർട്ട്, stamens. Next. Next 8th question. Which part of the flower turns into a fruit? Sepals, anther, ovary, stigma. C is the answer, ovary. Ovary ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നതും കൂടിയാണ് അല്ലേ? അത് പിന്നെ ഫ്രൂട്ട് ആയി മാറുന്നു. ഓക്കെ, ഓവറി. Seventh one is stamens. C. 8th one also is C. Number. അർജുന ക്ലിയർ ആയില്ല മോനെ പറഞ്ഞത്. എന്റെ ദൈവം ഇത്ര നേരമായിട്ടല്ലേ? 91. പേജ് നമ്പർ 91. Please mute. Okay. Next, 9th question. The reproductive organ of the flowering plant is the pollen grains, flower, pistils, stamen. Flower അല്ലേ? No. Pollen grains. അതായത് എല്ലാ ഫ്ലവറും ഫ്രൂട്ട് ആവത്തില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. റീപ്രൊഡക്റ്റ് നടക്കില്ല. മെയിൽ ഫ്ലവർ ഈസ് there, ഫീമെയിൽ ഫ്ലവർ ഈസ് there in some plants. In some plants both will be in one flower. ഒരു ഫ്ലവറിൽ തന്നെ മെയിൽ പോർഷനും ഫീമെയിൽ പോർഷനും ഉണ്ടാകും. So pollen grains, ഇന്നലെ വീഡിയോ ഷെയർ ചെയ്ത് കാണിച്ചാണ്. pollen grains ഒക്കെ കാണിച്ചു തന്നെ. pollen grains. Okay. 9th one's answer is pollen grains. And 10th question, which part of a plant regulates its water content? Root, stem, leaf, flower. Leaf അല്ലേ? ലീഫ്. ലീഫിൽ കൂടിയാണ് പുറത്തോട്ട് പോകുന്നത്. ഇന്നലെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കാണിച്ചില്ലേ? എന്തോ പുറത്തോട്ട് എങ്ങനെ പോകുന്നതല്ലേ ചോദ്യം? പുറത്തോട്ട് ഏതിലൂടെ പോകുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്, എങ്ങനെ പോകുന്നു എന്നല്ല കേട്ടോ. Which part of a plant regulates its water content? Root, stem, leaf, flower. So leaf is the answer. അബ്സോർബ് എന്ന് ചോദിച്ചാൽ റൂട്ട് അല്ലേ? ഒബ്സർവ് പറഞ്ഞാൽ ഓക്കെ റൂട്ട്. ഇവിടെ ഒബ്സർവ് അല്ല ചോദിച്ചിരിക്കുന്നത്. Seventh one's answer is which part of this is male part? Stamens. Okay, please mute. ഭയങ്കര ശബ്ദമാണ് നിന്റേത്. എന്താ അവിടെ എന്താ ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? റേഞ്ചിന്റെ പ്രോബ്ലം ഭയങ്കര സൗണ്ട്. Once again I will read out the answers. Once again I will read out the answers. Just listen. Check whether your answers are correct or not. First one's answer is B. Shrub.
Second one's answer is D, P-E-A-P. Third one's answer is carrot. C is the answer, carrot. And fourth one's answer is P plant, leaf. B is the answer, leaf. ഷാനിഫേ, ഇവിടെ ആൻസർ ഞാൻ പറയുമ്പോൾ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്നാലുണ്ടല്ലോ. You have to check whether you have written correctly or not. അപ്പൊ അവിടെ വേറെ വിശേഷം അന്വേഷിച്ചോണ്ടിരിക്കുക. Next, fifth one, spines, cactus and leaves. Next, sixth one is cactus. D is the answer. Seventh one is stamens. Bougainvillea alla mone. Cactus ആണ് answer. See, seventh one's answer is stamens. C. Next, eighth one's answer is ovary. Ninth one's answer is pollen grains. 10th one's answer is leaf. Okay? Are you okay? Okay. Next, very short answers. പറയുമ്പോ നിങ്ങൾ എവിടെ നോക്കിയിരിക്കുക? നയൻത് ക്വസ്റ്റ്യൻ. Ninth one, pollen grain. A. Tenth one, leaf. Okay. Next, very short answer questions. Give one word answers. Ferns are dash plants, flowering or non-flowering? Non-flowering. Non-flowering. Put a tick mark for non-flowering. Next, grasses are herbs or shrubs or trees? Herbs അല്ലേ? Herb. കുറച്ച് മാസം മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പുല്ലൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു സാധനം. So herb. Third one, name the two systems in a plant. ബാക്കിയെല്ലാം വലിയ വലിയ ഇതാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം. സോ ഇനിയുള്ളതിന്റെ ആൻസേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ വാട്സപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. കാരണം ഇവിടെ തന്നെ എഴുതാൻ ചിലപ്പോൾ സ്ഥലം തികയത്തില്ല. അതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻ ദിസ് ലെസൺ യു ക്യാൻ ആസ്ക് നൗ. ഇന്നലെ ആബ്സെന്റ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളോടും കൂടിയാണ് പറയുന്നത്. എന്തെങ്കിലും 8th ലെസണിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം മക്കളെ, പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമുക്ക് 9th ലെസണിലേക്ക് പോകാം. പക്ഷെ കാക്ടസിന്റെ ഇലയാണോ ഈ മുള്ള്? മുള്ളെന്ന് പറയുന്നത് യെസ്, ഇല അധികം നമ്മളെ മറ്റു ട്രീസിനെ പോലെ ഇലയായിട്ടില്ല കാക്ടസില്. പലതരത്തിൽ ഡിഫറെന്റ് കാക്ടസ് ആർ ദേർ. ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളെ മിസ്സേ, മിസ് കാക്ടസിന് എന്താ വേറെന്തോ ഒരു പേര് പറഞ്ഞില്ല ഇംഗ്ലീഷിൽ? എന്തോ ഇംഗ്ലീഷിന് കാക്ടസ് എന്ന് തന്നെയാ പറയുന്നത് മോനെ. കാക്ടി ഓർ കാക്ടസ്. അന്നാ എനിക്ക് നേരത്തെ കേട്ടു. മലയാളത്തില് കള്ളിമുൾ ചെടി എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡെസേർട്സ്. ഡെസേർട്സിലാണ് നമ്മൾ ഈ കാക്ടസ് കാണുന്നത്. ബിക്കോസ് ഇൻ ഡെസേർട്ട് ദർ വിൽ ബി വെരി ലെസ് റെയിൻഫോൾ. സോ അതർ പ്ലാന്റ്സ് കനോട്ട് സർവൈവ് ദർ. അവിടെ മറ്റു ട്രീസ് പ്ലാന്റ്സിനൊന്നും അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല, വളരാൻ സാധ്യതയില്ല. കാരണം വളരെ ലെസ് ആയിട്ടുള്ള റെയിൻഫോളേ ഉള്ളൂ. ആൻഡ് ദിസ് കാക്ടസ് ആർ ഫൗണ്ട് ദർ ബിക്കോസ് it needs very less water and its leaves are not like other trees leaves. It is modified into spines and all. I will share and show. അത് പിന്നെ സെൽഫ് പ്രൊട്ടക്ഷന് നല്ലതാ. മറ്റൊരു ആനിമൽസ് അതിനെ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ മുള്ളുള്ളത് കൊണ്ട് അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഞാനൊന്ന് ചെയ്തെടുത്തോട്ടെ. See, look at this different kinds of cactus.
ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ പല തരത്തിലുള്ള കാക്ടസുകളെ കാണാൻ പറ്റും. സി ഇതിന്റെ ലീവ്സ് എന്ന് പറയാനില്ല അല്ലേ? ഇതിന് ലീവ്സ് നമുക്ക് പറയാനില്ല. ഇത് പിന്നെയും ലീവ്സ് എന്ന് വേണേ പറയാം, പക്ഷെ അത് സ്റ്റെം ആണ് ആക്ച്വലി. ആദ്ര when you came to my house I showed you, isn't it? അതില് ഈ പറഞ്ഞ പോലെ ലീവ്സ് എന്ന് പറയാനില്ല. ഞാൻ കാണിച്ചതെന്നൊക്കെ അതിന്റെ സ്റ്റെം ആണ് ആക്ച്വലി. സി ഇന്ത്യന്റെ മറ്റേ ഇതില്ലേ, ഇതിന്റെ മറ്റേതില്ലെന്ന് പറഞ്ഞ ഏതിന്റെ മോനെ? സി എന്താ വേറൊരു തരം കാക്ടസ്. See this one, another type. Different types of cactus are there, but it doesn't have leaves. ഇതിനൊന്നും leaves എന്ന് പറയാൻ നമുക്കില്ല. ഇത് ആക്ച്വലി ലീവ്സ് എല്ലാം ഇങ്ങനെ മുള്ളു പോലെ ആയിട്ട് സ്പൈൻസ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഇത് കണ്ടോ, ഇത് ഇതിന്റെ സ്റ്റെം ആണ് ആക്ച്വലി. ഇത് കണ്ടോ, ഇതൊക്കെ നോക്കിക്കേ. See this all. See this one, you see. ഇത് അനദർ വേണം, ഇത് വേറൊരെണ്ണം. മിസ് അതെന്താ മിസ് കളർ യെല്ലോ ഡിഫറെന്റ് കളേഴ്സ് ആണ് അല്ലേ? സോറി, ഡിഫറെന്റ് മീൻസ് വെറൈറ്റീസ് ഓഫ് കാക്ടസ് ആണ്. കാക്ടസിന്റെ ഫ്ലവർ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് മിസ്സേ. ഓക്കെ, ചില കാക്ടസുകളിൽ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനെല്ലാം മുള്ളുണ്ട്, രണ്ട് യൂസ് ഉണ്ട്. കാരണം ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്, ഈ ലീവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ തോൺസ് മുള്ളു പോലെ ഇരിക്കുന്നത്. ഒന്ന് ഇതിലൂടെ ലോസ് ഓഫ് വാട്ടർ പ്രിവെന്റ് ചെയ്യുന്നു, വെള്ളം നഷ്ടപ്പെടുന്നത് തടയുന്നു. പിന്നെ ഒന്ന് അനിമൽസ് ഇതൊന്നും തിന്ന് നശിപ്പിക്കാതെ അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇത് വേറൊരു ടൈപ്പ് കാക്ടസ്. ഓക്കെ, ഓക്കെ. ഡിഡ് യു സീ കാക്ടസിനെ കുറിച്ച് കണ്ടില്ലേ? നമുക്ക് അറിയാവുന്ന ഒന്നോ രണ്ടോ തരം മോഡലേ ഉള്ളൂ അല്ലേ? ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാക്ടസ് കണ്ടു. ഇതിപ്പോ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടെന്നില്ല, മോസ്റ്റ്ലി ഇതെല്ലാം ഈ ഡെസേർട്ടിലാണുള്ളത്. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ചിലതൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടാകും അല്ലേ? വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം നമുക്ക് ഇഷ്ടംപോലെ മഴക്കാലത്ത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇനി സമ്മർ സീസണിൽ അതിന് ആവശ്യമുള്ള വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ചട്ടിയിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. വൺസിന്റെ വെയിൽ 1-2 മാസം കൂടുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കാക്ടസ്. ബിക്കോസ് അധികം ജലം നഷ്ടം വരുന്നില്ല. പിന്നെ അതിന്റെ ഇലകളിൽ അത് കിട്ടുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് നിങ്ങൾ കാക്ടസിന്റെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നൊരിക്കലും ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ അറിയാം, അതിന്റെ ഉള്ളിൽ വാട്ടർ ആയിരിക്കും. വെള്ളം ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഓക്കെ. If you have any doubt, you can ask. Otherwise, we will take the next lesson. Do you have any doubt? Arjun, no need to take the list of the people, those who are passing through the road. Let them go. You look here. Did you understand what I said? Need not to take the list of the people, those who are passing through the road. You just listen in the class. Okay. Shall we take the next lesson then? If you don't have any doubt, Jiva, if you have any doubt, you can ask. Doubt എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് പറയാം. കാക്ടസിന് വെള്ളം കുടിക്കാൻ, കാക്ടസിന് വെള്ളം കുടിക്കാമോന്നോ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. പകുതി ചോദിച്ചു മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേട്ടില്ല ഞാൻ. Who asked that question now? അഫ്രോസ എന്ത് പറ്റി? ഒന്ന് മ്യൂട്ട് ചെയ്തേ, എന്നിട്ട് പറ, ചോദിക്ക. എന്താ മോൻ ചോദിച്ചെന്തായിരുന്നു? വാട്ടർ കുടിക്കാൻ പറ്റുമോ? ഇല്ല മോനെ, അയ്യാ, അത് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, then take next lesson, lesson number 9, the body and its movements. ഇവിടെ ജോയിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുക, ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ മോനെ? ശരി, see that picture. 2 pictures are given there. One is one athletic picture, means one person is running, isn't it? And another one eagle, big one eagle. Eagle is flying.
We know that our body moves always. Always means that if you class how many times you are moving? You are sitting on one position, but still many of your parts of the body is moving, going on moving. Our eyes are closing, we are breathing, we will move from like this way, from one side to another side. We'll raise our hand, leg, like that and all, isn't it? So always movements will be there. Maybe we will be aware about it. Sometimes we will not be aware of it also. If you close your eyes, will you be aware of it? കണ്ണൊന്നും അടച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? ഞാൻ കണ്ണടയ്ക്കാൻ പോവാണെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ചിലപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് അടയ്ക്കും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ണൊക്കെ തന്നെ അടയും. കുറച്ച് സമയം ഇങ്ങനെ തന്നെ നോക്കി തന്നെ കണ്ണങ്ങ് അടയും, അല്ലേ? സ്ലീപ്പ് ചെയ്യുമ്പോ മാത്രമല്ല, ഇപ്പൊ ഇരിക്കുമ്പോ പോലും നിന്റെ കണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടയുന്നുണ്ടല്ലോ, ഇല്ലേ? എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കിയിരിക്കാൻ പറ്റില്ല. വി മേ ഫീൽ പെയിൻ സംടൈംസ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അതറിയും. അതുപോലെ കൈയൊക്കെ അനക്കും, ഇങ്ങനെ ഇരിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേനും മടുക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോഴത്തേനും മടുക്കും. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പറയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ നേരെ ഇങ്ങോട്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നേരെ ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ എനിവേ സോ മെനി ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആർ ദർ ഇൻ ഓൾ ലിവിങ് തിങ്സ്, സ്മോൾ, ബിഗ് ഓർ സ്മോൾ വൺസ്. Whatever the size may be of the animal or human beings or any other organisms, they move, they will have movement in them. Birds fly, and we know that human beings, animals and birds and all walk. അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. It may be in different ways. We used to walk with our legs, isn't it? But birds fly from one place to another. Birds walk also, but usually they will fly only. And animals also walk. Animalsum nadakkum. പക്ഷേ എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്. Will the human being walk like animal? അർജുൻ, ആ സാധനം എല്ലാം താഴെ വെച്ച് മോൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. വല്ലപ്പോഴേ ക്ലാസ്സിൽ കയറാറുള്ളൂ, അപ്പൊ ശരിക്കും ഇരിക്കണം കേട്ടോ. ഓക്കെ, കയ്യിലുള്ള സാധനമൊക്കെ താഴെ വെക്കുക, എന്നിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കും. സോ will human beings walk like animal? No. Will animals walk like human beings? No. Will birds walk like animals? No. എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലേ? So all living things are made up of one or more cells. We know that our body is made up of cells. Some organisms, very, very small organisms which are not visible with our naked eyes, are made up of with one eye, small, sorry, not eye, cells. അതായത് നമ്മുടെ എല്ലാവരുടെയും ലിവിങ് തിങ്സിന്റെ എല്ലാം ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് ഉപയോഗിച്ചാണ്. നമ്മുടെ മലയാളത്തിൽ അതിന് കോശം എന്ന് പറയുന്നു. Who is there with you, അർജുൻ? അർജുന്റെ കൂടെയുള്ള ആളാരാണ്? ഇപ്പുറ സൈഡിൽ ഒരാളിരിക്കുന്ന ആരാണ്? ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവനാണെന്ന്. എന്താ, നിർമ്മൽ ഷൈജു ഇല്ലേ, അവനാണോ എന്ന് വിചാരിച്ചു. ഓക്കെ, ശരി, ഓക്കെ, മ്യൂട്ട് യുവർസെൽഫ്. നിർമ്മല ക്ലാസ്സിൽ കയറിയിട്ട് നാളെ. എന്താ അതിരാ? വാട്ട് ഈസ് ദാറ്റ്? ഏറ്റവും വലിയ കോശം നാഡീകോശല്ലേ? ഏറ്റവും വലിയ കോശം നാഡീകോശ? നോ. നമ്മുടെ ബോഡി, എല്ലാവരുടെയും ബോഡി സെൽസ് ഉപയോഗിച്ചാണ്. സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിന് കോശം എന്ന് പറയും, കോശങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അപ്പം there are so many small organisms. Small means very tiny. We call it microorganisms. We cannot see such organisms. അത്രയും ചെറുത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ അമീബ പോലെയുള്ള ജീവികളൊക്കെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഫാർമസി എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടാണ് അതിന്റെ ചിത്രം ഇങ്ങനെയാണെന്നൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. വെരി സ്മോൾ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി വൺ സെൽസ്. ഒറ്റൊരു സെല്ലേ ഉള്ളൂ അതിന്. അങ്ങനെയുള്ളതുണ്ട്. നമ്മുടെ ബോഡിയിലൊക്കെ millions and millions and millions of cells will be there. Anyway, all living things first was made up with one cell. എല്ലാ ലിവിങ് തിങ്സിനും ഒറ്റ സെല്ലിൽ നിന്നാണ് തുടങ്ങിയത്.
but some animals ക്ലിയർ ഇല്ല. can't hear. Can you hear now? Okay. See, all living organisms starts with one single cells. ഒരേ single cell നിന്നാണ് തുടങ്ങുന്നത്. But some organisms will continue with that same cell, with only one cell itself, all through their life. അതായത് എല്ലാ ലിവിങ് തിങ്സിനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒറ്റ സെല്ലിൽ നിന്നും പിന്നെ വലുതാ കുറേ സെല്ലുകൾ വീണ്ടും 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 സെല്ലുകളാകുന്നു. നമ്മളെല്ലാം നമ്മുടെ മദറിന്റെ വൂമ്പിൽ, അതായത് അമ്മയുടെ വയറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ആകുന്ന സമയത്ത് ഒറ്റ സെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? അതിനുശേഷം ആ സെല്ലുകളെല്ലാം ഡിവൈഡ് ചെയ്ത് വീണ്ടും 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 സെല്ലുകളായി ബേബി പുറത്തേക്ക് വരുമ്പോഴേക്കും മില്യൺസ് ഓഫ് സെൽസ് വിൽ ബി ദെയർ. അത്രയും സെല്ലുകൾ ഉണ്ടാകും കുഞ്ഞു പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ. പക്ഷെ ചില ഓർഗനിസം പിന്നെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ സെൽസ് വീണ്ടും വീണ്ടും അതാണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. Now when a baby is born, only this much is there. ഇത്രയുള്ള കുഞ്ഞു ബേബി ആയിരിക്കും അല്ലെ? ആ ബേബി വളർന്ന് ഇപ്പം നിങ്ങളുടെ അത്രയും അല്ലെങ്കിൽ മേഴ്സി ടീച്ചറിന്റെ ഒക്കെ അത്രയും ആയെങ്കിൽ നമ്മുടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡി വലുതാകുന്നത്. ഓക്കെ, ഈ ചില ഓർഗനിസത്തില് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ഒറ്റ സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ബട്ട് സം ഓർഗനിസംസ് സ്റ്റാർട്ട്സ് വിത്ത് വൺ സെൽ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി അതർ സെൽസ് all through their life long അവർ ആ ഒറ്റ സെല്ലിലാണ് ജീവിക്കുന്നത്. സെല്ല് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാകും, ദാറ്റ്സ് ഓൾ. പക്ഷെ സെല്ല് ഡിവൈഡ് ആകുന്നില്ല, രണ്ടാകുന്നില്ല, നാലാകുന്നില്ല, അങ്ങനെ വേറെ സെല്ലുകളാകുന്നില്ല, ഒറ്റ സെല്ലിൽ തന്നെ ലൈഫ് ആകും. നമ്മൾ പറഞ്ഞ പാരമിസിയം പോലെയുള്ള സ്മോൾ മൈക്രോ ഓർഗനിസംസ്. അതുകൊണ്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റാതെ വരുന്നത്. മനസ്സിലായോ? ആ ഒറ്റ സെല്ലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഓർഗനിസത്തിനെ കാണാൻ പറ്റത്തില്ല. സോ ഓൾ living things are made up of cells. ഇനി all non-living things are made up of molecules. ആറ്റം അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയല്ലേ, തന്മാത്രകൾ കൊണ്ടാണ് നോൺ ലിവിങ് തിങ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ലിവിങ് തിങ്സിനെല്ലാം തന്മാത്രയ്ക്ക് പകരം എന്താണ്? cells. Okay, all living things are made up of one or more cells. For this reason, cells are known as the structural units of the building blocks of life. സോ നമ്മുടെ ലൈഫിന്റെ സ്ട്രക്ചർ, അതായത് നമ്മുടെ എന്താ പറയണ്ടേ, മൊത്തത്തിലുള്ള ലൈഫിന്റെ എല്ലാത്തിന്റെയും മാനദണ്ഡം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൽസ് ആണ്. In an organism made up of only one cell, that is unicellular or microorganism, one unicellular, the single cell performs all the activities necessary for life. ഇപ്പൊ നമുക്കൊക്കെ ഒരുപാട് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞ സിംഗിൾ സെൽസ് അനിമൽസ്, അതായത് മൈക്രോ ഓർഗനിസംസിലേക്ക് യൂണിസെല്ലാർ അനിമൽസ്, ആ ഒറ്റ സെല്ലിലാണ് അവരുടെ ലൈഫ് കംപ്ലീറ്റ് പോകുന്നത്. ആ ഒരു സെല്ല് അവരുടെ ലൈഫിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും, എല്ലാ ഫങ്ഷൻസും ചെയ്തിരിക്കും. The single cells performs all the activities necessary for life. In an organism made up of many cells or multicellular, അതായത് നമ്മളെല്ലാം മൾട്ടിസെല്ലുലാർ ബോഡി ഉള്ളവരാണ്, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉള്ളത്. The various life activities are performed by different groups of cells. For example, the red blood cells in our blood carry oxygen to all parts of the body. And see, now we studied that there are millions and millions of cells in our body. But പൊന്നു മോനെ, നിനക്കാ ക്ലിയർ ഇല്ലാത്ത, അവിടെ റേഞ്ച് ഇല്ല. നീ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സൗണ്ട് വെക്കാതെ. അർജുൻ, ഓക്കെ, ശരി. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെല്ലുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, എല്ലാ സെൽസും കൂടെ ഒന്നിച്ചല്ല വർക്ക് ചെയ്യുന്നത്, കുറേ സെൽസുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്ലഡ് സെൽസ്, ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ സർക്കുലേറ്ററി, അതായത് ബ്ലഡിലെ ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? സി, ദ റെഡ് ബ്ലഡ് സെൽസ് ഇൻ അവർ ബ്ലഡ് ക്യാരി ഓക്സിജൻ ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അങ്ങനെ കുറെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഓരോരോ ഫങ്ഷൻസ് ചെയ്യുന്നു. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് പെർഫോംസ് എ സ്പെഷ്യൽ ജോബ് ടുഗദർ ഈസ് നോൺ ആസ് എ ടിഷ്യൂ.
ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ഒരു പ്രത്യേകം ജോലി അല്ലെങ്കിൽ ഒരു ജോലി പെർഫോം ചെയ്യുന്നതിനെ പറയുന്നതിനാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം കൂടി ചേർന്ന് അവർ ഒരു സ്കൂളിന്റെ ഫീൽഡിലാണ്, എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്, അല്ലേ? ഇനി നമ്മൾ വേറെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ വർക്ക് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സ്. ഒത്തിരി പല മേഖലകളിലായിട്ടാണ് ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഇഫ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ വി ക്യാൻ സി ഡോക്ടേഴ്സ്, നഴ്സസ്, അറ്റൻഡേഴ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾ. സോ മെനി ഹെൽത്ത് വർക്കേഴ്സ് ആർ ദർ, ഇസ്ന്റ് ഇറ്റ്? അപ്പം അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഏത് ഫീൽഡിലാണ്? എഡ്യൂക്കേഷൻ ഫീൽഡിലാണോ? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ആർ വർക്കിംഗ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്, ഹെൽത്ത് ഫീൽഡ്, ഇസ്ന്റ് ഇറ്റ്? ഹെൽത്ത് ഫീൽഡിൽ ഒരു ടൈപ്പ് ഡോക്ടർമാർ മാത്രമല്ല, നഴ്സസ് വിൽ ബി ദർ, അറ്റൻഡേഴ്സ് വിൽ ബി ദർ, laboratory workers are there, isn't it? അങ്ങനെ ഡിഫറെന്റ് സെക്ഷനിലായിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എന്താ പറയുന്നത്? ദേ ആർ ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നു. ഇനി എഡ്യൂക്കേഷൻ ഫീൽഡിലെ ടീച്ചേഴ്സ് മാത്രമല്ല, ടീച്ചേഴ്സ് വിൽ ബി ദർ, then AO will be there, DO will be there, and അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് വിൽ ബി ദർ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി IT ഫീൽഡ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെല്ലാ മേഖലകളിലും എല്ലാ ഇതിലും വരും. അത് ഒരു ഭാഗത്ത് മാത്രമല്ല, അതെല്ലാം നമ്മൾ IT ഫീൽഡ് എന്ന് പറയും. ലൈക്ക് ദാറ്റ് വേ ഇൻ അവർ ബോഡി സം സെൽസ് ടുഗെദർ ഫങ്ഷൻ ടുഗെദർ, ജോയിൻസ് ടുഗെദർ ടു ഫങ്ഷൻ സം പാർട്സ് ഓർ സം ഡ്യൂട്ടീസ് ആർ ദർ ഫോർ ദം. അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് പെർഫോം എ സ്പെഷ്യൽ ജോബ് ടുഗെദർ ആർ കോൾഡ് ടിഷ്യൂ. ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ബ്ലഡിലുള്ള റെഡ് ബ്ലഡ് സെൽസ്, their duty is to carry the oxygen in the blood. നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്തെടുക്കുന്ന ഓക്സിജൻ നമ്മളുടെ ആവശ്യത്തിനുള്ള ബ്ലഡിലൂടെ മൊത്തത്തിൽ എല്ലായിടത്തോട്ടും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡ്യൂട്ടി. അതുപോലെ കുറെ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ ദർ. ബ്ലഡ്, ബോൺ, മസിൽ ആൻഡ് സ്കിൻ ആർ സം ഓഫ് ദ ടിഷ്യൂസ് ഇൻ അവർ ബോഡി. ഓക്കെ, വാട്ട് ആർ ദ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ബ്ലഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ്, പിന്നെ ബോണിൽ വർക്ക് ചെയ്യുന്ന കുറെ ബോൺസിന്റെ കാര്യങ്ങൾ നോക്കുന്ന കുറെ സെൽസ്, മസിൽസിന്റെ കാര്യങ്ങൾ നോക്കുന്ന കുറെ സെൽസ്, സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന സ്കിന്നിന്റെ കാര്യങ്ങൾ നോക്കുന്ന കുറെ സെൽസ്, അങ്ങനെ കുറെ ടിഷ്യൂസ് ആർ ദർ. For example, muscle tissues are a group of cells specialized to contract and expand for the movement of the body parts. Okay. അപ്പം ഈ ജീവയൊക്കെ കേറിയിട്ട് പോയി അല്ലേ? ജീവ പോയി. ശ്രീവിഷ്ണു ഉണ്ട്. ശ്രീവിഷ്ണു വീഡിയോ ഓഫാണ്. ഹലീമ വീഡിയോ ഓഫാണ്. അഫ്രോസ്, നിജാദ് പിന്നെ നെറ്റ് പ്രോബ്ലം ഉള്ള ആളാണ്. ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ മസിൽ ടിഷ്യൂസ് എല്ലാം കൂടെ വർക്ക് ചെയ്ത് നമ്മുടെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി പാർട്സ്. അതായത് നമുക്കറിയാം നമ്മളുടെ ബോഡി ചില സമയത്ത് ഇങ്ങനെ വികസിക്കും. വെൻ വി ബ്രീത്ത് ആൻഡ് ഓൾ, വൈൽ വി ബ്രീത്ത് അവർ ബോഡി എക്സ്പാൻഡ്സ് ദെൻ കോൺട്രാക്ട്സ് ആൻഡ് ഓൾ. നമ്മളിങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഉയർന്നു താഴും അല്ലേ? ജസ്റ്റ് ബ്രീത്ത് യുവർ സെൽഫ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഒന്ന് ബ്രീത്ത് എടുത്തേ. Can you see that our body is expanding? When we breathe out, it is contracting. Contracting means ചുരുങ്ങുക. നമുക്ക് അറിയാം ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശരീരം ബോഡി പൊങ്ങുകയും താഴുകയും ചെയ്യും അല്ലെ? നമ്മളിപ്പോൾ നടക്കുമ്പോഴൊന്നും നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നില്ല. But you can see if a dog is sleeping or cat or something like that is sleeping on that, we can see, you will think that sometimes it is dead. But we can see that their body is raising, once contracting and expanding. ഇങ്ങനെ ഉയർന്നു പോകുന്ന കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം പട്ടി ചത്തു പോയതായിരിക്കും, കിടപ്പുണ്ട്, ഒരനക്കം ഇല്ലാതെ കിടക്കുന്ന കാണുമ്പോൾ അല്ലേ? പക്ഷെ അടുത്ത ചെല്ലുമ്പോൾ കാണാം അതിന്റെ ബോഡി ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ആസ് ഇറ്റ് ബ്രീത്ത്സ്. ഓക്കെ, അങ്ങനെ പട്ടി ചത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് തോണ്ടാനൊന്നും പോലെ കേട്ടോ. ഇറ്റ് മേ നോട്ട് ബി ഡെഡ്. അപ്പൊ അതിന് ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് നല്ല കടിയൊക്കെ തരാൻ സാധ്യതയുണ്ട്. ഓക്കെ, so tissues come one more minute is left. We will stop it. We will continue in the afternoon class. Okay, bye then.